നമസ്കാരം. ഇന്നൊരു കോഴി കുരുമുളക് കറി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. കോക്കണ്ടോൽ ഒഴിക്കുക. അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സ്ലൈസ് ചെയ്ത് ഒഴിയും ചേർത്ത് വഴറ്റി നല്ല രീതിയിലൊന്ന് വഴന്നു വരുന്ന സമയം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് പച്ചമണം മാറിക്കഴിയുമ്പോഴേക്ക് തക്കാളി പേസ്റ്റ് അരച്ചുകൂടെ ചേർത്ത് വഴറ്റുക. ആ തക്കാളിയുടെ പച്ചമണം മാറുന്ന വഴി നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയ ശേഷം കട്ട് ചെയ്തൊക്കെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ചിക്കനെ നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ വെന്ത ശേഷത്തിലേക്ക് നല്ല തിക്കുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഒരു തള വരുന്ന സമയം ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നീട് ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലും ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്തെടുത്ത അടിപൊളി ഒരു കോഴിക്കുരുമുളക്. നമസ്കാരം. ഇന്ന് കറിവേപ്പില കോഴിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ഓൾ സ്പൈസസ് ഇട്ട് പൊട്ടിച്ച ശേഷം ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കറിവേപ്പിലും ഇട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് ചോപ്പ് ഇടുകയും ചേർത്ത് നല്ല രീതിയിലൊന്ന് ലൈറ്റ് ബ്രൗൺ ആക്കി എടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഫെനൽ പൗഡറും 1 സ്പൂൺ ഗരം മസാല ഇട്ട് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് തക്കാളി ഇട്ട് നല്ല രീതിയിൽ വഴറ്റി ഒന്ന് സ്മാഷ് ആക്കി എടുക്കുക. ചിക്കൻ കറിക്കടികളോട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഒരല്പം വെള്ളം ഒഴിച്ച് സ്ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ടൈമിൽ നമുക്ക് ഇതിൻ്റെ കറിവേപ്പില പേസ്റ്റ് തയ്യാറാക്കാം. മിക്സർ ജാറിൽ കറിവേപ്പിലയും പച്ചമുളകും ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കുക. അതിനുശേഷം ചിക്കൻ വെന്ത ശേഷം ഈ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് വീണ്ടും നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് മാറി കറിവേപ്പില പേസ്റ്റിൻ്റെ അതിലേക്ക് നല്ല തിക്കുള്ള തേങ്ങാപ്പാൽ ആഡ് ചെയ്ത ശേഷം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. മറ്റൊരു പാനിൽ ഒരു താളിപ്പ് തയ്യാറാക്കി കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു കറിവേപ്പില കോഴിക്കറി റെഡിയാണ്. അപ്പം തന്നെ കഴിക്കാൻ ഒരു അടിപൊളിയായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുക. നമസ്കാരം. ഇന്ന് കറിവേപ്പില കോഴി